കൗൺസിലർമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ചെയർപേഴ്സൺ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് ഗുരുവായൂർ നഗരസഭാ കൗൺസിലിൽ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ചയിലാണ് ഇറങ്ങിപ്പോക്ക് നടന്നത്. 1.25 മണിക്കൂറോളം ഈ വിഷയത്തിൽ ചർച്ച നടന്നിരുന്നു. താൻ പറയുന്ന പ്രധാന കാര്യങ്ങൾ കേൾക്കാത്തതിനാൽ താൻ ഇറങ്ങിപ്പോവുകയാണെന്ന് KM മെഹ്റൂഫാണ് ആദ്യം പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ നൌഷാദ് അഹമ്മവും സീറ്റിൽ നിന്ന് ഇറങ്ങി. ലീഗ് അംഗങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിലെ ആന്റോ തോമസും നടുത്തളത്തിലേക്ക് ഇറങ്ങിയതോടെ UDFിലെ എല്ലാ അംഗങ്ങളും ഇറങ്ങിപ്പോക്കിന്റെ ഭാഗമായി. അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടലിലെ കുറവുകളും വലിയ തോട്ടിലെ മാലിന്യ പ്രശ്നവും അംഗങ്ങൾ ഉന്നയിച്ചു. 1 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടറി H. അഭിലാഷ് കുമാർ അംഗങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. കുടിവെള്ള പൈപ്പ് കണക്ഷൻ ലഭിച്ചയിടങ്ങളിൽ ഇത്തവണ ടാങ്കറിലൂടെ കുടിവെള്ളം നൽകേണ്ടതില്ലെന്ന കാര്യം മാത്രമാണ് അജണ്ടയിൽ ഉള്ളതെന്നും കണക്ഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കൈവശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ തൃപ്തരാകാതെ UDF അംഗങ്ങൾ ചോദ്യങ്ങൾ തുടർന്നതോടെ അടുത്ത അജണ്ട വായിക്കാൻ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെയാണ് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്കിലേക്ക് നീങ്ങിയത്. പ്രതിപക്ഷം അനാവശ്യമായി കൗൺസിൽ അലങ്കോലപ്പെടുത്തുകയാണെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ പിന്നീട് പറഞ്ഞു. ഒരു അജണ്ടയിൽ നിന്നിട്ട് ഒരു 1.25 മണിക്കൂറോളം ആണ് അവർ ബഹളം വെച്ചത്. പിന്നെയും ഓരോ പറഞ്ഞ ആളുകൾ തന്നെ വീണ്ടും മേനിച്ച് നിന്നിട്ട് ആ അജണ്ടയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വേഗം അജണ്ടകൾ വായിക്കാൻ പറഞ്ഞതും അവരെ ഒരു ഇതായിട്ട് നിന്നത്. അപ്പോൾ നമ്മൾ 4300 കണക്ഷനാണുള്ളത്. അതിൽ ബാക്കി തീരെ എത്താത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് കഴിഞ്ഞാലും നമ്മൾ 2ാം ഘട്ടം നമ്മൾ അവരായിട്ട് വാട്ടർ അതോറിറ്റി ആയിട്ട് അമൃത്തിൻ്റെ ആൾക്കാരായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കൊടുക്കാം എന്നുള്ള ഇത് 2ാം ഘട്ടം തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും കുടിവെള്ളം നമുക്കറിയാം, കുടിവെള്ളം പ്രശ്നമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ടാങ്കർ ഇതിന് ടെൻഡറിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ അജണ്ടയിലാണ് ഇങ്ങനെ അവർ അതൊന്ന് നിന്ന് പ്രശ്നം. അപ്പോൾ അവരുടെ ഇന്നും കൗൺസിലിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അലങ്കോലപ്പെടുത്തി കൗൺസിൽ വേഗം കഴിയേണ്ട അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.